ദി ഇക്ലിബ്രിയംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വിഷയം ഡിജിറ്റൽ ഓവർലോഡ് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. എന്താണ് ബ്രെയിൻ റോട്ട്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2024 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം ബ്രെയിൻ റോട്ട് എന്ന പദം ഓൺലൈനിൽ വളരെയധികം പ്രചരിക്കുന്നതായിട്ട് നാം കാണുന്നതാണ്. ആഴം കുറഞ്ഞതും ആവർത്തിച്ചുള്ളതും അല്ലെങ്കിൽ അമിതമായി ഉത്തേജിപ്പിക്കുന്നതുമായ ഓൺലൈൻ കണ്ടന്റുകൾ അമിതമായി കാണുന്നതിൻ്റെ പ്രതികൂല ഫലങ്ങൾ അത് ബ്രെയിനിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ ഉപഭോഗം നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് ന്യായമായ ആശങ്കകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഏതാനും മിനിറ്റിലധികം നിങ്ങൾ നോക്കിയിരുന്ന സമയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പിന്നീട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ പരിശ്രമം വേണ്ടി വരാറില്ലേ? ബ്രെയിൻ റോട്ട് എന്ന പദം ഒരു ഫോർമൽ ഡയഗ്നോസിസ് അല്ല എങ്കിലും ഡിജിറ്റൽ ഓവർലോഡിനെ വൈജ്ഞാനിക പ്രവർത്തനത്തിലെ അതിൻ്റെ സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവാരം കുറഞ്ഞ കണ്ടന്റുകളെ നമ്മൾ ബ്രെയിൻ റോട്ട്സ് എന്ന് തന്നെ വിളിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അൽഗോരിതങ്ങൾ ഉണ്ട്. ഇത് ഓരോ ലൈക്ക്, ഷെയർ അല്ലെങ്കിൽ രസകരമായ വീഡിയോയിലൂടെയും തലച്ചോറിൽ ചെറിയ അളവിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നതെന്ന് ഡോക്ടർ ലോഡ്കോവ്സ്കി പറയുന്നു. ചുരുക്കത്തിൽ നാം നിരന്തരം ഓൺലൈനിൽ ആയിരിക്കുമ്പോൾ നിരന്തരം ഡോപ്പമൈൻ ഉൽപ്പാദിക്കപ്പെടുന്നു. കാലക്രമേണ ഈ തരത്തിലുള്ള നിരന്തരമായ ഉത്തേജനം നിങ്ങളുടെ വൈജ്ഞാനിക ആരോഗ്യത്തെ ബാധിക്കുന്നു. ബ്രെയിൻ റോട്ടിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. നിലവാരം കുറഞ്ഞ ഡിജിറ്റൽ കണ്ടന്റ് ദീർഘനേരം കാണുന്നത് നിങ്ങളെ ആ നിമിഷം മന്ദബുദ്ധിയാക്കുക മാത്രമല്ല അതിന് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധാപരിധി അല്ലെങ്കിൽ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. ഓൺലൈൻ ഉള്ളടക്കത്തിൻ്റെ വേഗതയേറിയതും വലുപ്പമേറിയതുമായ സ്വഭാവം ദീർഘമേറിയതും കൂടുതൽ സങ്കീർണമായ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടിലാക്കും. രണ്ടാമത്തെ പ്രശ്നം മാനസികമായ ഒരു ക്ഷീണം, ഒരു മെൻ്റൽ ടയർഡ്നെസ് ആണ്. നിങ്ങളുടെ തലച്ചോറിനെ വിവരങ്ങൾ കൊണ്ട് വളരെ ചെറിയ ഉള്ളടക്കങ്ങൾ പോലും അമിതമായി നിറയ്ക്കുന്നത് നിങ്ങളെ മാനസികമായി തളർത്തുകയും നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തേതും വളരെ പ്രധാനമായതുമായ ഒരു പ്രശ്നം ഓർമ്മശക്തി കുറയുന്നു എന്നുള്ളതാണ്. ഡിജിറ്റൽ ശ്രദ്ധ വ്യതിചലനങ്ങൾക്കിടയിൽ നിരന്തരം ശ്രദ്ധ മാറുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങൾ നിലനിർത്താനും ഓർമ്മിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെ തന്നെ ബാധിച്ചേക്കാം. ചെറിയ പ്രായക്കാർ പോലും ഓർമ്മക്കുറവ് പറയുന്നത് നാം സ്ഥിരമായി കാണുന്നതാണ്. അവസാനത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഉത്കണ്ഠ അല്ലെങ്കിൽ സ്ട്രെസ്, സമ്മർദ്ദം എന്നിവയൊക്കെയാണ്. ഒരുപാട് നെഗറ്റീവ് വാർത്തകളാണ് നാം ഡെയിലി ബേസിസിൽ ഓൺലൈനിൽ കാണുന്നത്. ഇത് സമ്മർദ്ദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠയ്ക്ക് കാരണമാകുകയും ചെയ്യും. അപ്പോൾ വിചാരിക്കും മണിക്കൂറുകളോളം സ്ക്രീനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവരെ മാത്രമാണ് ഇത് ബാധിക്കുന്നതെന്ന്. അല്ല, ഗുണനിലവാരമില്ലാത്ത കണ്ടന്റിൻ്റെ മിതമായ ഉപയോഗം പോലും അതിന് ദോഷം വരുത്തിയേക്കാം, പ്രത്യേകിച്ചും അത് ഒരു ദൈനംദിന ശീലമാണെങ്കിൽ. ബ്രെയിൻ റോട്ടും വാർദ്ധക്യവും. വാർദ്ധക്യത്തിൽ കുറച്ച് ബ്രെയിൻ ഫംഗ്ഷൻ കുറയുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതോടൊപ്പം അമിതമായ സ്ക്രീൻ സമയവും മോശം ഡിജിറ്റൽ ശീലങ്ങളും ഉണ്ടെങ്കിൽ പ്രായവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക തകർച്ചയെ കൂടുതൽ വഷളാക്കിയേക്കാം. അതുകൊണ്ട് ഡിജിറ്റൽ സമയം കൺട്രോൾ ചെയ്തുകൊണ്ട് പസിലുകൾ, വായന അല്ലെങ്കിൽ പുതിയ വൈദഗ്ധ്യം പഠിക്കൽ തുടങ്ങി മാനസികമായി ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. അത് വാർദ്ധക്യത്തിലുള്ളവരുടെ ഡിജിറ്റൽ ഉപയോഗത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കുകയും തലച്ചോറിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തികളിലൊന്നാണ്. അതിനെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അപ്പോൾ ബ്രെയിൻ റോട്ട് തടയണ്ടേ? അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.